ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. സമാധാനവും സന്തോഷവും ഒക്കെ ആണോ? വിഷമമൊന്നുണ്ടെങ്കിൽ സാരമില്ല. നിങ്ങൾ ഈശോയെ ആശ്രയിച്ച് കയറി പോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ 2600ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 597, 98, 99 എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്നലത്തെ സാക്ഷിയൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. പിന്നെ മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്ന വിധങ്ങളെ കുറിച്ചുള്ളതാണ്. പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസിനെ ദൈവം ക്രമീകരിക്കുന്നതാണ് ഇന്നത്തെ സാക്ഷ്യം കേട്ടോ. ഈ 3 ദിവസത്തെ സാക്ഷ്യം കേട്ടിട്ട് വേണം, നാളെയും കൂടെ കേട്ട് വേണം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, എന്നിട്ട് ശരിക്കും പ്രാർത്ഥിക്കണം. ഇന്നലെ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. എല്ലാ ടോക്കിനും ഒരു ബന്ധം ഒന്ന് കണക്ട് ചെയ്ത് പോകണം കേട്ടോ. ഹല്ലേലൂയ. പിന്നെ അഭിഷേകത്തിന്റെ റെക്കോർഡിംഗ് ഒക്കെ ആയിരുന്നു. അതെല്ലാം ദൈവകൃപയാൽ പൂർത്തിയാക്കാൻ സാധിച്ചു. എന്താണെന്നറിയത്തില്ല, എനിക്ക് നിങ്ങളോടെല്ലാം പറഞ്ഞില്ല, ഒരു സമാധാനം കിട്ടിയല്ല. ഹല്ലേലൂയ. നിങ്ങൾക്കും അങ്ങനെയാന്ന് എനിക്ക് അറിയാം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ പിന്നെ അച്ഛൻ കണ്ടാലും കണ്ടില്ലൊക്കെ ശരിക്കും എല്ലാ വിശേഷമൊക്കെ പറഞ്ഞ് ഒരു കുടുംബാംഗത്തിന്റെ ഒരു സന്തോഷമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സാക്ഷ്യം വായിച്ചു. ഈ സാക്ഷി എന്നെ തന്നെ ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞൊരു സാക്ഷിയാണ് കേട്ടോ. കേൾക്കാം. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അച്ഛന് സുഖമല്ലേ? കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ സുഖമായിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ മുഴുവൻ കുടുംബാംഗമാണ്. എൻ്റെ 3ാമത്തെ പ്രസവത്തിലുണ്ടായ കോംപ്ലിക്കേഷനും അതിന് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കുവാനുമാണ് ഈ കത്ത് എഴുതുന്നത്. നല്ല വാക്കുകളാണ് അല്ലേ? ശുശ്രൂഷ ഈശോയാണ് എല്ലാം പറയുന്നത്. ഞാൻ 6.5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ദേഹമാസകലം നീര് വന്ന് വീർത്തു. അതേ തുടർന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ നോക്കിയ ശേഷം BP-യുടെ പ്രഷറിന്റെ ഗുളികകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരത്തെ വിനോയ് അച്ഛൻ്റെ കുഞ്ഞു ടോക്ക് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നോട് സ്കാൻ ചെയ്യോ എന്ന് പറയുന്നത് പോലെ ശരിക്കും അങ്ങോട്ട് തോന്നി. തൽക്ഷണം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു സ്കാനിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി ആയിട്ട് ഉടനെ തന്നെ അവർ പെട്ടെന്ന് പറഞ്ഞു, പിന്നെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെന്നും എൻ്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു. നോക്കിയ ദൈവത്തിന്റെ ഒരു പ്രവർത്തനം നോക്കിയ എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ തന്നെ ഗൈനക്കോളജിസ്റ്റിന്റെ NIC ഉള്ള ഹോസ്പിറ്റലിലെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറെ പറയുന്നില്ല, അതാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഉടനെ ICUവിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ മൂത്ത 2 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ICUവിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയും നിമിഷങ്ങൾ കഴിയുന്തോറും എൻ്റെ BP ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്തു. എത്ര മരുന്നുകൾ കഴിച്ചിട്ടും IV കയറ്റിയിട്ട് BP കുറയുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം റിപ്പീറ്റ് സ്കാൻ ചെയ്തിട്ട് സ്ഥിതി ഒന്നുകൂടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് എമർജൻസി C-സെക്ഷൻ വഴി കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. 1% പോലും കുഞ്ഞിനെ കിട്ടുകയില്ല എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ കുഞ്ഞ് പുറത്ത് വന്നു, കർത്താവിന്റെ കരുണയാൽ C-സെക്ഷനൊക്കെ എടുത്ത് എന്നിട്ട് പറയാം, കുഞ്ഞിന് 830 ഗ്രാം മാത്രമായിരുന്നു തൂക്കം, അതായത് ബെർത്ത് വെയിറ്റ്. പക്ഷേ ദൈവത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം 40 ദിവസം NICU വാസത്തിന് ശേഷം കുട്ടി പതുക്കെ തൂക്കം വർദ്ധിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ കുഞ്ഞിന് 1 വയസ്സായി, മിടുക്കിയായിട്ട് ഞങ്ങൾ കൂടി ഇരിക്കുന്നു. അച്ഛൻ്റെ ടോക്കിന് സമയത്ത് എനിക്കുണ്ടായ ആ ദൈവികമായ ആ സ്വരം, ഒരു പ്രേരണയെ സ്കാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കണ്ടുപിടിക്കാനും തൽക്ഷണം ആശുപത്രിയിൽ പോകാനും വന്നത്. 1 നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്റെയും കുഞ്ഞിന്റെയും ജീവന് ആപത്ത് വരുമായിരുന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാണെന്നറിയോ. ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഒരിക്കലും ഇങ്ങനെ പറയില്ലല്ലോ. ഇപ്പൊ ടോക്കിന്റെ ഇടയ്ക്ക് സ്കാൻ ചെയ്തു ഞാൻ പറയല്ല, അങ്ങനെ പറയല, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താണ് വചനം ഇങ്ങനെ പ്രഘോഷണം, അതാണ് CCC പഠിപ്പിക്കുന്നത്. CCC 103, 104 എന്നെ ഓർമ്മ. അതായത് നമ്മൾ വചനം വായിക്കുക, വചനം കേൾക്കുക, വചനം പഠിക്കുന്ന സമയം ദൈവ പിതാവ് നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. അപ്പൊ ശരിക്കും ഞാനിങ്ങനെ ടോക്ക് എടുത്തോണ്ടിരിക്കും. ടോക്ക് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട്. കാരണം വചനം ഈശോ ഇവിടെയുണ്ട്. അപ്പൊ ഈശോ ഈ ചേച്ചിയോട് പറയുകയാണ്, സ്കാൻ ചെയ്യൂ അല്ലേ. പക്ഷെ ചേച്ചിക്ക് അനുഭവപ്പെടുന്ന ആരാ? ഞാൻ പറയുന്ന പോലെയാണ് തോന്നുന്നത്. അത് ഈശോയാണ് പറയുന്നത്. അത് ചേച്ചി 2ാമത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ദൈവത്തിന്റെ പ്രേരണയാണെന്ന് മനസ്സിലായി. ടോക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്യുന്ന ഇങ്ങനെ വരികയാണ് അല്ലേ. ടോക്ക് വേറെ വിഷയം, വേറെ സംഗതികൾ അല്ലേ. പക്ഷെ ആത്മാവിന്റെ പ്രവർത്തനം കണ്ടോ? അപ്പോൾ അത് ചെയ്യുന്ന ഒരു കുടുംബം രക്ഷപ്പെട്ടില്ല, കുഞ്ഞ് രക്ഷപ്പെട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ.
ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇരിക്കാൻ പറ്റുന്നേ? നമുക്ക് സ്തുതിച്ചാൽ നന്നായിട്ട് സ്തുതിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ചെയ്ത വലിയ അത്ഭുതങ്ങളെ ഓർത്ത്, ഈ കുടുംബത്തെ എല്ലാം ഓർത്ത് ഈശോ ഒരുപാട് 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 നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കർത്താവേ, ഈ ടോക്കിന്റെ സമയത്തെല്ലാം ഈശോ അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഈശോയെ ആരാധന എല്ലാം നന്ദിയും മഹത്വം പുകഴ്ചയും ഈശോയ്ക്ക് മാത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി വചനം പറയാം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനെ അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളെ അല്ലേ. ഞാൻ ഇനി എന്തേലും സമയം ഈശോയ്ക്ക് നന്ദി പറഞ്ഞാൽ നിങ്ങളും കൂടെ നന്ദി പറയണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മലാക്കിയുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഇങ്ങനെയാണ്: അറിയാതെ പോലും സമ്മതിച്ചേക്കരുത് എന്നുള്ളത്. അറിയാതെ പോലും സമ്മതിച്ചേക്കരുത്. അതിനെങ്ങനെയാണ്? കർത്താവ് പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്നവർ ചോദിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, പിന്നെ എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിട്ട്, എന്നിട്ട് ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുകയും ചെയ്യുന്നത് പറയാം. എൻ്റെ സഹോദരങ്ങളെ, അതിന്റെ മുൻപിലും പുറകിലൊക്കെ ഉള്ള വാക്യങ്ങൾ വായിച്ചാലേ മനസ്സിലാകുള്ളൂ. അവിടെ പറയാണ്, എന്നൊരു ആൾക്കാരിങ്ങനെ പറയുകയാണ്. ആൾക്കാരെന്നെ പറയുന്നത് അറിയാം, ഇതൊക്കെ ചുമ്മാ വെറുതെ തട്ടിപ്പ്, ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് ആൾക്കാർ പറയുന്നു. അല്ലെന്ന് പറയും, ദൈവകൽപ്പനകളൊക്കെ പാലിച്ചിട്ട് ജീവിച്ചിട്ട് എന്നാ കാര്യം? അവനോ നന്നായിട്ട് ജീവിച്ചാൽ അവനോനുണ്ട് അല്ലേ, ഇതൊന്നും ഒരു കാര്യമില്ല, നമ്മളിങ്ങനെ പോയ പ്രാർത്ഥിച്ചൊരു കാര്യമില്ല. അതാണ് അതിന്റെ തൊട്ട് താഴെയുള്ള സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ സെന്റൻസുകളെല്ലാം ഇതെല്ലാം വ്യർത്ഥമാണ്, ദൈവകൽപ്പന വലിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞുള്ള സെന്റൻസുകൾ കുറെ എഴുതി. ഇതാണ് മനുഷ്യന്റെ സംസാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ പറഞ്ഞില്ലേ പോലും ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, എന്തുമാത്രം പ്രാർത്ഥിച്ചു അല്ലേ. സത്യത്തിൽ ദൈവത്തിനെതിരെയുള്ള സംസാരമായി പോയില്ലേ. ഇനി അടുത്ത വാക്ക്, അടുത്ത രീതി എന്ത് ചോദിക്കുക? ചില മനുഷ്യർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ മനുഷ്യരെ പറഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പറയും. ചില മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമന്റൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ വെറുതെ ഒരു കാര്യമല്ല, വെറുതെ പ്രാർത്ഥിച്ച് എന്ത് ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാര്യമേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ കൊണ്ട്, ആത്മീയ ശുശ്രൂഷകൾ കൊണ്ടോ വചന ശുശ്രൂഷകൾ കൊണ്ടോ ദേവാലയ ശുശ്രൂഷ ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ സംസാരം കേൾക്കാൻ നമ്മൾ ഇടവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സമയത്ത് നമ്മൾ അങ്ങനെ പറയരുത്, ഇങ്ങനെയല്ല, ഇതല്ല ഇതിന്റെ യാഥാർത്ഥ്യം, എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു. അല്ലാതെ എന്താ സംഭവിച്ചത്? നമ്മൾ അവർ പറഞ്ഞ് അംഗീകരിച്ച പോലെ ആയില്ല. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതാ പറഞ്ഞ അറിയാതെ പോലെ സമ്മതിച്ചു കൊടുക്കരുത്. കർത്താവ് പറയാ, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ അതുപോലെ കഠിനമായിട്ട്. എന്നിട്ട് പറയാ, അയ്യോ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചപ്പോഴും ഞങ്ങളൊന്നും വേണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. ശരിയല്ല എൻ്റെ സഹോദരങ്ങളെ. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അല്ലെ മറ്റുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ശരിയാകുന്ന കമന്റിന്റെ ഒരു എഗ്രിമെന്റ് വരുമ്പോൾ, ഇത് തന്നെയല്ലേ പൊതുനിയമത്തിൽ ഇനി ന്യായവിധിയിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഞങ്ങളെ രോഗിയായിട്ട് ശുശ്രൂഷിച്ചു, എപ്പോ സഹോദരങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ, അപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ സന്ദർശിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്കെതിരാണ് ചെയ്തു തരാതെ. ഇതേപോലെ തന്നെ നമ്മുടെ സംസാരത്തിന്റെ മേഖലകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വചനത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കും, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അറിയാതെ പോലും നമ്മൾ ചിന്തിച്ചേക്കരുത്. ആരെങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുകയും ചെയ്തേക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഒന്നായിട്ട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇന്നലെ ആ ടോക്കിൽ ഇങ്ങനെ കേട്ടതുപോലെ ഈ ടോക്ക് കേട്ട സമയത്ത് ദൈവസ്വരം കേൾക്കുന്ന ഒരു പ്രത്യേക അഭിഷേകം കർത്താവ് വെളിപ്പെടുത്തും. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്താം അല്ലേ. നമ്മൾ ഇന്ന് ഒരുങ്ങുന്നതെല്ലാം ഈ 2600ാമത്തെ എപ്പിസോഡിന് വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയെ, ഈ ടോക്ക് തുടങ്ങാൻ പ്രേരണ നൽകിയത് ഈശോയാണ്. കർത്താവായ ദൈവം എല്ലാം ചെയ്യുന്ന ഈശോയാണ്. എല്ലാ മഹത്വം പുകഴ്ച ആരാധന ഈശോയ്ക്ക് മാത്രം. കർത്താവായ ദൈവമേ, നന്ദി പറയാണ് കർത്താവെ, ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ അമ്മേനെ രക്ഷിച്ച് ഈശോ മഹത്വപ്പെടുത്താട്ടാണ്. ദൈവമേ, ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 600ാമത്തെ എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു കാട്ടി പ്രാർത്ഥന അനേകം ഇതുപോലത്തെ സാക്ഷ്യങ്ങൾക്കൊക്കെ ഇടവരട്ടെ കർത്താവെ. എന്റെ ദൈവമേ, നന്ദി പറയുന്നു. ഒപ്പം തന്നെ കർത്താവായ ദൈവം ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അറിയാതെ പോലും ഇങ്ങനത്തെ കമന്റുകൾക്ക് കർത്താവെ മറുപടി പറയാതെ പോയ സാഹചര്യങ്ങളൊക്കെ ഈശോയുടെ നാമത്തെ ഞങ്ങൾ അനുദപിക്കുകയാണ്. കർത്താവായ ദൈവം അങ്ങനത്തെ കമന്റുകൾക്ക് മറുപടി പറയുന്ന പ്രത്യേക അഭിഷേകം നിറയട്ടെ കർത്താവ്. അറിയാതെ പോലെ അങ്ങനത്തെ ചിന്തകൾ യേശു നാമത്തിൽ വിട്ടുകഴിഞ്ഞ പാട് നിത്യാത്മയിൽ ബന്ധിക്കുന്ന കർത്താവ്. അതുപോലെ തന്നെ കർത്താവ് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന സ്വരം കേൾക്കുന്ന ഒരു അഭിഷേകം നിങ്ങൾ ഓരോരുത്തർക്കും വന്ന് നിറയട്ടെ. കർത്താവിന്റെ സ്വരം കേൾക്കുന്ന ഒരു പ്രത്യേക കൃപ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്.
എൻ്റെ ദൈവമേ, ഓരോ കുടുംബങ്ങളെ ദുഷ്ടാരൂപദേശം ബന്ധിക്കുന്നു. പിശാചിന്റെ സ്വരവും മനുഷ്യന്റെ സ്വരവും ദൈവസ്വരവും വിവേചിച്ചറിയാൻ പ്രത്യേക ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.